ഓ എന്തെന്നാണപ്പ മനുഷ്യന്മാർക്ക് സമ്മാനത്തോടെ ബൈ നടക്കാൻ പറ്റൂല വെച്ചാല്. എന്നാടാ വയ്യോ നീ പറവൂറ പറഞ്ഞോണ്ട് വരുന്നേ? എന്നാ ഇത് പ്രശ്നം? ആ എല്ലാരും ഉണ്ടല്ലോ എന്നാ കുടുംബ സംഗമാ. നമ്മളൊന്ന് വെറുതെ കൂടുതലാപ്പാ. എന്ത് പറയണ ദാസേട്ടാ, ഈ നായ്ക്കളെ കൊണ്ട് എന്ത് ശല്യ. എന്നാ മോനെ എന്നാ പറ്റിയത്? എന്ത് പറയണ്ട ശാന്തേച്ചി, ആ വാനശാലിന്റെ വളവിലിപ്പോ 2 നായ്ക്കൾ എന്റെ ബാക്ക് തന്നെ വന്ന് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടെ. കണ്ണ് കൊള്ളേണ്ടത് പുരികത്ത് തുടങ്ങി നിങ്ങൾ ഒരു പഴഞ്ചൊല്ല്. അതന്നെയാടാ ഈ നായ്ക്കളെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത കഷ്ട. ഇതുപോലെ തന്നെയാന്ന്. കഴിഞ്ഞ ആഴ്ച ഞാൻ റേഷൻ പീടിയിൽ പോയിട്ട് വരുമ്പോ 2 നായ്ക്കള്, ഒന്നെന്റെ മുമ്പിലും ഒന്നെന്റെ ബാക്കിലും ആയിട്ട്. അതെന്നാ ഗീതേച്ചിക്ക് ബോഡി ഗാർഡായിട്ട് വന്നിയാ? ബോഡി ഗാർഡ് ഞാൻ പറയണ്ടല്ലോ. കൃഷ്ണാട്ടൻ എന്നാ വൈക്കും, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാരും കൂടി എവിടെയാ മക്കളെ പോന്ന്? ചാന്തേച്ചി നമ്മളൊന്ന് നടക്കാൻ പോന്നേ. നല്ല കാര്യായി മക്കളെ, നടക്കാൻ ഇറങ്ങേണ്ട സമയം. നായി എളിയിട്ടുണ്ട് പോലും, ഇത്ര പോലെ ഉണ്ട് പോലും ഓരോന്നും. അതിന് നീ കേട്ടിരുന്ന? ഓ അതായിപ്പം വലിയ കാര്യം. നിങ്ങൾ സൂക്ഷിക്കണേ മക്കളെ. ഓ അതൊന്നും ഒരു കുഴപ്പമില്ല, മൃഗങ്ങളോട് നമ്മൾ സ്നേഹം കാണിച്ചാൽ മതി. വെറുതെയാ ഞാൻ സൈക്കോളജി പഠിച്ചേ. ഈ പിള്ളേർക്കൊന്നും വേറെ പണിയില്ലേ നായിന്റെ മുന്നേ പോയി നിൽക്കാൻ? അയ്യോ അയ്യോ ചാന്തേച്ചി, നായി നായി. അല്ല മോളെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഓളൊരു സൈക്കോളജി. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇനി ഏടി നിക്കണ്ട, നേരെ വീട്ടിലേക്ക് പോയിക്കോ. മൂത്തവർ ചൊല്ലും മുതു നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പൊ ആകെ പേടിച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റണ്ടേ? ദാസേട്ടാ അത് നമുക്ക് മെമ്പർക്ക് പോവാ. വാ ഒന്ന് പോയാലോ, വാ. ഞാൻ വരാ, റെഡി. എല്ലാരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പോവാ. എടാ മോനെ, ഫുട്ബോൾ മൊത്തം ഞാൻ സ്പോൺസർ ചെയ്യും, കേട്ടില്ല? പക്ഷെ ഒറ്റ കണ്ടീഷൻ, എന്റെ ഫ്ലെക്സ് മെസ്സിനി നെയ്മറിന്റെ തൊട്ടിപ്പുറത്ത് ഉണ്ടാവണം. ആ കാര്യം നീ വെക്കണം. ഓക്കെ ഓക്കെ ബാ. നമുക്കിത് നായിന്റെ കാര്യത്തിൽ തീരുമാനം മെമ്പറോട് പറയണം. തീർച്ചയായിട്ടും ഇന്ന് അതിന് 2 തീരുമാനമായിട്ട് നമുക്ക് പോകേണ്ടി. നമുക്കിപ്പോ മെമ്പറെ കണ്ടിട്ട് ഇത് പരാതി കൊടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാം. നമ്മളെ മെമ്പർ വരുന്നേ. ഇതാരാണ്? ദാസാട്ടൻ ബിജാട്ടൻ എല്ലാരും ഉണ്ടല്ലോ. എന്നാന്ന് വിശേഷിച്ചിട്ട് നമ്മള് മെമ്പറെ കാണാൻ വന്ന ഒരു കാര്യം പറയാനുണ്ട്. അതെയാ? എന്നാ മോനെ നീ പോയിക്കോ, എല്ലാം പറഞ്ഞോല്ലേ? പോയിക്കോ പോയിക്കോ. എന്നാ വിജയാട്ടാ, എന്താ ഉദ്ഘാടനം മറ്റുണ്ടാ? എന്റെ മെമ്പറെ, ഇവിടെ നായനെ കൊണ്ട് വെറും ശല്യം, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അതിപ്പോ നായിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ നായിനെ നമുക്ക് കൊല്ലാനൊന്നും കഴിയില്ല. അതിൽ കേന്ദ്രത്തിന്റെ ഉത്തരവാണ് നായിനെ കൊല്ലാൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പൊ ഈ പഞ്ചായത്തുകാരായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇത് നായി കടിക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യണത് മെമ്പറെ? എന്റെ വിജയാട്ടാ, ഈ നായിനെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നായി ഒന്നും ചെയ്യൊന്നുമില്ല. നായിനെ കാണുമ്പോൾ നിങ്ങളൊരു സൈഡിലോട്ട് മാറി നടന്നാൽ മതി. അല്ലാണ്ട് കല്ലെടുത്തെറിയാനോ അടിക്കാനെല്ലാം പോകുന്നതുകൊണ്ടല്ലേ ഈ ജീവി നമ്മൾ ആക്രമിക്കുന്നത്. ഇനി അഥവാ അത് നിങ്ങളുടെ മേത്തേക്ക് കുരച്ച് തുള്ളിച്ചാടി വരുന്നുണ്ടെങ്കിൽ ഒരു വലിയ കമ്പോ കൊള്ളി കൊടുത്തിട്ട് ഇങ്ങനെ 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 ആക്കിയാൽ മതി, രക്ഷപ്പെടാൻ പറ്റൂ. ഇനി ഒരു നായ കടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ആഴ്ച നമ്മൾ പഞ്ചായത്തിൽ ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. ആ ക്ലാസ്സിന് പോവാം, അതിലെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി വേറെ ഒന്നും പറയണ്ട. വേറെ എന്ത് പറയാനാ? ഈ ക്ലാസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പൈസ അടിച്ചാൽ വേണ്ടി നിങ്ങൾ ഓരോന്ന് പറയുന്നത്. ബിജാട്ടാ, നിങ്ങളെന്നീ പറയുന്നത്? നിങ്ങൾ ഈ ക്ലാസ്സിന് വന്ന് ഇരുന്ന് നോക്ക്, പിന്നെ നിങ്ങൾ ഒരു നായും കടിക്കൂല. ഈ മെമ്പർ വെറുമ്പാക്ക് പറയില്ല, കേട്ടിനല്ല? ഈ ക്ലാസ്സിൽ ഞാനിരുന്നതാ, അതിനുശേഷം ഒരു നായി എന്നെ കടിക്കാൻ പറ്റില്ല. ഇനി അഥവാ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ട് ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ കുറ്റൊന്നും പറയണ്ട കേട്ടോ. എന്നാലേ എനിക്കൊരു കുടുംബശ്രീൻ്റെ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. കുറച്ച് തിരക്ക്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നല്ല മെമ്പർ തന്നെ. ഒരു കാര്യം പറയാൻ എത്ര എല്ലാ മെമ്പർമാരും ഇങ്ങനെ. ദാസേട്ടാ നിങ്ങളറിഞ്ഞാ? എന്നാടാ? നമ്മളെ മെമ്പറല്ലേ, മെമ്പർ നായ അടിച്ചു വരും. ഓ അപ്പോഴത്തെ കാലം നായും കടിച്ചാ? എന്നാ പിന്നെ നമുക്കൊന്ന് കാണാൻ പോവാ. നിങ്ങളാ വിജയാട്ടും കൃഷ്ണാട്ടും എല്ലാവരും വിളിച്ചൊന്ന് പോവാ. ഞാൻ ആ വാനസായ ഉണ്ടാവും, അവിടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാ. ആരൊക്കെയായത്? എല്ലാരും ഉണ്ടല്ലോ. എന്താ പറ്റും മെമ്പറെ? നിങ്ങൾ നായി കടിച്ചല്ലേ അവസാനം? വിജയാട്ടാ, ഓ എന്തൊക്കെയായിരുന്നു ക്ലാസ്? നായി ചാടിക്കടിക്കോ ഓടിക്കടിക്കോ പറഞ്ഞു. ഇപ്പൊ എന്തായി? മെമ്പർക്ക് തന്നെ കടി കിട്ടി. അതാ പറയുന്നത്. ശവത്തി കുത്തല്ല ദാസാട്ടാ. ഇതാ പറയുന്നത്, കണ്ടറിയാത്തവൻ കൊണ്ടേ അറിയൂ.